നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറന്മുള വിമാനത്താവളത്തിന് വ്യോമയാന മന്ത്രാലയം അനുമതി നിഷേധിച്ചത് ജനങ്ങൾ നേടിയ ചരിത്ര വിജയമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ. സമരം മറ്റ് പരിസ്ഥിതി സംരക്ഷണ പ്രചോദനങ്ങൾക്ക് കരുത്തേകുമെന്നും കുമ്മനം. കേരള നികുതിക്ക് സേവന നികുതി ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം. കേരള ലോട്ടറി സംരക്ഷണ സമരസമിതി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ഭരണകൂടത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ചെറുക്കുമെന്ന് BMS. 29-ന് ബോർഡ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് നേതാക്കൾ. കാഞ്ഞങ്ങാടിന്റെ വികസനത്തിനായി രംഗത്തിറങ്ങുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി യൂസഫ് ഹാജി. മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചുമതലയേറ്റു. പഴയ ബസുകൾ മാറ്റാൻ നടപടി വേണമെന്ന് KSTW കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം. നാടൻ കലകളുടെ ചരിത്രവും പൊരുളും തേടുന്ന നാട്ടറിവ് ശില്പശാല അമ്പലത്തറയിൽ തുടങ്ങി. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഗുരുസ്വാമി ആചാര്യ സംഗമം നടന്നു. വാർത്തകൾ വിശദമായി. ആറന്മുള വിമാനത്താവളത്തിനുള്ള അനുമതി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പിൻവലിച്ചത് ജനങ്ങളുടെ ചരിത്ര വിജയമാണെന്ന് കുമ്മനം രാജശേഖരൻ. കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറന്മുള വിമാനത്താവളത്തിനുള്ള അനുമതി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പിൻവലിച്ചതോടെ വെള്ളത്തിനും അന്നത്തിനും വേണ്ടി ജനങ്ങൾ നടത്തിയ അതിജീവന സമരം പൂർണ്ണ വിജയത്തിലെത്തിയതായി കുമ്മനം രാജശേഖരൻ പറഞ്ഞു. പ്രതിരോധ വകുപ്പ് ആദ്യം തന്നെ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഈ വിമാനത്താവളത്തിന് നൽകിയിരുന്ന മുൻ സർക്കാർ നൽകിയിരുന്ന അനുമതി റദ്ദാക്കി. പരിസ്ഥിതി വകുപ്പ് നൽകിയിരുന്ന അനുമതി സുപ്രീം കോടതിയും ഗ്രീൻ ട്രിബ്യൂണലും നേരത്തെ തന്നെ റദ്ദാക്കി. ഏറ്റവും അവസാനമായി ഇന്ന് വ്യോമയാന വകുപ്പ് മന്ത്രി ഉത്തരവിൽ ഒപ്പിട്ടതോടുകൂടി പാരിസ്ഥിതിക പ്രതിരോധ മന്ത്രാലയങ്ങൾ നൽകിയ അനുമതി റദ്ദ് ചെയ്തതുപോലെ തന്നെ വ്യോമയാന വകുപ്പ് നൽകിയ അനുമതിയും റദ്ദ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 3 മന്ത്രാലയങ്ങളുടെ അനുമതി റദ്ദ് ചെയ്തതോടുകൂടി വിമാനത്താവളം അവിടെ ഒരു കാരണവശാലും നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കും. ഇന്ന് വ്യോമയാന മന്ത്രാലയം നൽകിയ ഉത്തരവോടുകൂടി വാസ്തവത്തിൽ വിമാനത്താവളത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കള്ളപ്രചരണവും പണവും ഉപയോഗിച്ച് ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനാവില്ലെന്നതിന്റെ ഉദാഹരണമാണ് ആറന്മുള പ്രക്ഷോഭമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ എല്ലാ നീർത്തടങ്ങളും നെൽവയലുകളും കുളങ്ങളും കുന്നുകളും സംരക്ഷിക്കുന്നതിനുള്ള സമരങ്ങൾക്ക് ആറന്മുളയിലെ വിജയം കരുത്തു പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ലോട്ടറിക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സേവന നികുതിക്കെതിരെ പ്രതിഷേധം. കേരള ലോട്ടറി സംരക്ഷണ സമരസമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള ലോട്ടറിക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയ സേവന നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ലോട്ടറി സംരക്ഷണ സമിതി സംസ്ഥാന വ്യാപകമായി സമരം നടത്തി. കാസർഗോഡ് ജില്ലയിൽ സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരം ലോട്ടറി യൂണിയൻ AITUC സംസ്ഥാന സെക്രട്ടറി U ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ സമീപനം കേരള ലോട്ടറിയെ അട്ടിമറിക്കുമെന്നും ബാലൻ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകളെ പട്ടിണിയിലാക്കുന്ന ഈ നയം അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഏറ്റവും പാവപ്പെട്ടവർ, ഏറ്റവും സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളാണ് ഈ മേഖലയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ കേന്ദ്ര ഗവൺമെന്റ് ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സായി കണ്ടുകൊണ്ട് അതിൽ നിന്ന് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ പാവപ്പെട്ട തൊഴിലാളികൾ വെടിയേറാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് നികുതി കൊടുക്കുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്തവരാണ്. ന്യായമായ നീതി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ സേവനം നടത്തി ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്. ഗവൺമെന്റാണ് മുതലാളി. ഗവൺമെന്റ് ടിക്കറ്റാണ് നമ്മൾ ജനങ്ങളിൽ എത്തിക്കുന്നത്. ഗവൺമെന്റ് അടിച്ചെടുക്കുന്ന ടിക്കറ്റുകൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള
ഒരൊറ്റ ജോലി മാത്രമാണ് വിൽപ്പനക്കാരും ഏജന്റുമാരും ഈ സമൂഹത്തിൽ നടത്തുന്നത്. ചടങ്ങിൽ വിവിധ യൂണിയൻ നേതാക്കൾ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ലോട്ടറി തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഭരണകൂടത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കേരള പ്രദേശ് ഹെഡ് ആൻഡ് ജനറൽ മസ്ദൂർ ഫെഡറേഷൻ BMS പ്രക്ഷോഭം തുടങ്ങുന്നു. 29-ന് കാഞ്ഞങ്ങാട് ബോർഡ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. 3.5 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ചുമട്ടുതൊഴിലാളികളുടെ തൊഴിലും തൊഴിലവസരങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. വൻകിട കുത്തകകളെയും വ്യാപാരികളെയും പ്രീണിപ്പിക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. 29-ന് കാഞ്ഞങ്ങാട് ബോർഡ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. തൊഴിലാളികളോടുള്ള ഗവൺമെന്റ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ട് ഈ 29-ാം തീയതി സംസ്ഥാന വ്യാപകമായി ഹെഡ് ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ ഫെഡറേഷന്റെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചുമട്ടുതൊഴിലാളികൾ ക്ഷേമനിധി ബോർഡ് ഓഫീസിന്റെ ഓഫീസുകളിലേക്ക് മാർച്ച് സത്യാഗ്രഹവും നടത്തുകയാണ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ BMS നേതാക്കളായ T കൃഷ്ണൻ, PC സത്യനാഥ്, രാജൻ ബെലിക്കോട്, K ഭാസ്കരൻ, KA ശ്രീനിവാസൻ എന്നിവർ സംബന്ധിച്ചു. ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്യാൻ നടപടി വേണമെന്ന് KSTW കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്ക് പകരം പുതിയ ഇറക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് KSTW INTUC കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് MV പത്മനാഭൻ അധ്യക്ഷനായി. INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതിലൊരു 3 കപ്പൽ എന്ന നിലയ്ക്കാണ് KSRTC എന്ന കേരളത്തിലെ വലിയ പൊതുമേഖല സ്ഥാപനത്തെ ജനങ്ങൾ കാണുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ജീവനക്കാർ തന്നെ പഴയതുപോലെ ഒരു ആത്മാർത്ഥമായി ഈ ഡിപ്പോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ ഈ പ്രവർത്തനത്തിലും ആത്മാർത്ഥമായി സഹകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇപ്പോൾ KSRTC നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ അധ്യക്ഷൻ സംസാരിച്ചു തുടങ്ങിയത് തന്നെ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചാണ്. യൂണിയൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബിന്ദു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി MV വിജയൻ, KP വിശ്വനാഥൻ, വിൽസൺ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചുമതലയേറ്റു. കാഞ്ഞങ്ങാട് നഗരത്തിന്റെ വികസനത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് C യൂസഫ് ഹാജി പറഞ്ഞു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റായി C യൂസഫ് ഹാജിയെ വീണ്ടും തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായി CA പീറ്ററും ട്രഷററായി A സുബൈദും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി KV ലക്ഷ്മണൻ, BR ഷണായി, അശോകൻ പ്രണവം എന്നിവരും സെക്രട്ടറിമാരായി M വിനോദ്, PV അനിൽ, ഗിരീഷ് നായർ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. 35 അംഗ നിർവാഹക സമിതിയെയും തെരഞ്ഞെടുത്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ജില്ലാ ജനറൽ സെക്രട്ടറി ജോസ് തയ്യൽ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അർപ്പണബോധത്തോടെ നിർവഹിക്കുമെന്ന് C യൂസഫ് ഹാജി പറഞ്ഞു. വ്യാപാരികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങളായാലും അവരുടെ ട്രാഫിക് നിയമത്തിൻ്റെ കാര്യത്തിലായാലും അവർക്ക് എന്തെല്ലാമോ പ്രശ്നമുണ്ടോ അതെല്ലാം പരിഹരിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ ഇന്നത്തെ ചുറ്റുപാടുകൾ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ടീമിന് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പറയാൻ കാരണം ഇന്ന് ഏത് വകുപ്പായാലും നമ്മളോട് വളരെ നല്ല നിലയിലും അടുത്തും പെരുമാറിക്കൊണ്ടും ഇടപഴകിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു ചുറ്റുപാടിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന് കാരണം മുഴുവൻ നാട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും സാമൂഹികമായ എല്ലാ കാര്യങ്ങളും ഏത് വകുപ്പായാലും അത് മുനിസിപ്പാലിറ്റി ആയാലും പോലീസായാലും ഏത് വകുപ്പായാലും വളരെ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അനുകൂലമായ പ്രതികരണം അല്ലെങ്കിൽ അനുകൂലമായ നിലപാട് ഉദ്യോഗസ്ഥ വൃന്ദം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ മുൻകൈയെടുത്ത് പരിഹരിക്കാൻ സാധിക്കും എന്നതോടൊപ്പം കാഞ്ഞങ്ങാടിൻ്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അത് തദ്വാര അത് കാഞ്ഞങ്ങാടിൻ്റെ മൊത്തം വികസനത്തിന് വേണ്ടിവരുന്ന കാണിയൂർ പാതയായാലും അതുപോലെ മലയോര ഹൈവേ ആയാലും
മേൽപ്പാലമായാലും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളിലും മുൻകൈയെടുത്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഇത് വളരെ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോയി അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം കൂടി ഇപ്പോഴുണ്ട്. കാഞ്ഞങ്ങാടിന്റെ വികസനത്തിൽ പങ്കാളികളാവുന്നതോടൊപ്പം വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ബാലനഗരസഭ രൂപീകരണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട്ട് ശില്പശാല സംഘടിപ്പിച്ചു. കുട്ടികളിൽ ജനാധിപത്യ ബോധവും അവകാശബോധവും വളർത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി ബാലപഞ്ചായത്തുകളും ബാലനഗരസഭകളും രൂപവൽക്കരിച്ചു വരികയാണ്. ബാലഗ്രാമസഭ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ ശില്പശാല നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ കുടുംബശ്രീ CDS 1-2 നേതൃത്വത്തിൽ ബാലനഗരസഭ ശില്പശാല സംഘടിപ്പിച്ചു. ഓസ്തൃക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാല നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മൾ ഇന്ന് സമൂഹത്തിൽ നമ്മളിപ്പം ഇവിടെ കൂടിയിരിക്കും, ഈ ഭാഗത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അറിവും വിജ്ഞാനവും ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഉദാഹരണമായി നമ്മുടെ മൊബൈൽ ഫോണിൽ പല കാര്യങ്ങളും, അതായത് മുതിർന്നവരായ ഞങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും നിങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികൾക്ക് അറിയുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന് ഒരു ഉദാഹരണം. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ, നമ്മുടെ വീടുകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു +1 SSLC +1 പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള വീടുകളിലെല്ലാം ഏകദേശം എല്ലാ വീടുകളിലും കമ്പ്യൂട്ടർ ഉണ്ടായി. CDS ചെയർപേഴ്സൺ P. സാവിത്രി അധ്യക്ഷയായി. C. ജാനകിക്കുട്ടി, കുഞ്ഞിരാമൻ മാസ്റ്റർ, രുക്മിണി, TV പ്രേമ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടയ വിഷയത്തിൽ സർക്കാർ പാവങ്ങളെ വഞ്ചിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി. ഇതിൽ പ്രതിഷേധിച്ച് താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ സമരം നടത്തി. പട്ടയകാര്യത്തിൽ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി ആരോപിച്ചു. ഇതിന്റെ ഭാഗമായി താലൂക്ക് ഓഫീസിന് മുന്നിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ധർണാ സമരം നടത്തി. കുഞ്ചത്തൂർ, ഹൊസവെട്ടു, കടപ്പുറം, കുമ്പള, മംഗൽപാടി എന്നിവിടങ്ങളിൽ സർക്കാരിന്റെ ഭൂമി തരിശായി കിടക്കുന്നു. ഭൂരഹിതർക്ക് 3 സെന്റ് ഭൂമി നൽകാനാണ് തീരുമാനം. അത് 10 വർദ്ധിപ്പിക്കണമെന്നും സമരത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് C. അഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം മണ്ഡലം താലൂക്ക് കമ്മിറ്റി ഇന്നലെ നിരന്തരമായി ജില്ലാ കളക്ടറേക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി പ്രതിഷേധിച്ചുകൊണ്ട് ഇതിന്റെ ഫലമായി മീഞ്ചയിൽ 28 കുടുംബങ്ങൾക്ക് 3 സെന്റ് ഭൂമി നൽകുവാൻ വെൽഫെയർ പാർട്ടിക്ക് സാധിച്ചിരുന്നു എന്ന കാര്യം സന്തോഷം കാണിക്കാണ്. ഇത് അവസാനിക്കുകയല്ല. റബീഹ് ബ്രഹ്മേശ്വരം, മണ്ഡലം സെക്രട്ടറി ലത്തീഫ് അബ്ദുള്ള, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ താലൂക്കിന് മുൻവശത്തായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് മഞ്ചേശ്വരത്തും സമരം സംഘടിപ്പിച്ചത്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി വഴി അർഹരായവർക്ക് മുഴുവൻ പേർക്കും ഭൂമി പതിച്ചു നൽകണമെന്ന ആവശ്യം. വെൽഫെയർ പാർട്ടി ഭൂരഹിത സമിതി താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. ഭൂപരിധി 10 സെന്റായി വർദ്ധിപ്പിക്കുക, കയ്യേറ്റ ഭൂമികൾ തിരിച്ചുപിടിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വെൽഫെയർ പാർട്ടി ഉന്നയിച്ചു. ജില്ലയിൽ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്ക് ഓഫീസുകൾ ഉപരോധിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് CH മുത്തലീബ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ മറ്റ് പ്രതിഷേധ പരിപാടികളും വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ലക്ഷക്കണക്കായ ആളുകളാണിന്ന് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തുകൊണ്ട് കാത്തിരിക്കുന്നത്. ഒന്ന് തലചായ്ക്കാൻ, ഒന്ന് അന്തിയുറങ്ങാൻ സമ്പന്നന്മാരുടെ കക്കൂസിന്റെ വലിപ്പം പോലും ഇല്ലാത്ത 3 സെന്റ് ഭൂമിക്ക് വേണ്ടി 2 വർഷത്തോളമായി കാത്തിരിക്കുകയാണ്. ഭൂസമര സമിതി ജില്ലാ കൺവീനർ CH ബാലകൃഷ്ണൻ, വെൽഫെയർ പാർട്ടി ജില്ലാ നേതാക്കളായ KV പത്മനാഭൻ, മഹ്മൂദ് പള്ളിപ്പുഴ, KAP കുഞ്ഞാമത്, M ഷഫീഖ്, TG മോഹനൻ, രാജൻ കോളംകുളം തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടീനങ്ങളുടെയും നാടൻ കലകളുടെയും പൊരുളും ചരിത്രവും തേടിയുള്ള ദ്വിദിന നാട്ടറിവ് ശില്പശാല ആരംഭിച്ചു. അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയും ജനനി നാടൻ കലാപഠന കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്.
അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെയും ജനനി നാടൻ കലാ പഠന കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് ദ്വിദിന ശില്പശാല നടക്കുന്നത്. നാടിന്റെ ഈണങ്ങളായ നാടൻ പാട്ടിന്റെയും നാടൻ കലകളുടെയും അവബോധം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും അന്യം നിന്നു പോകാതിരിക്കുന്നതിനും വേണ്ടിയുള്ള സംരംഭമെന്ന നിലയിലും ശില്പശാല വേറിട്ടു നിൽക്കുന്നു. 50 വയസ്സ് മുതൽ പ്രായം ചെന്നവരുൾപ്പെടെ ഈ ശില്പശാലയുടെ ഭാഗമാണ്. സാംസ്കാരിക ചരിത്രത്തിന്റെ ശേഷിപ്പുകളായ നാട്ടറിവുകളാണ് ശില്പശാലയിലൂടെ സംഘാടകർ പരിചയപ്പെടുത്തുന്നത്. നാട്ടറിവുകൾക്കൊപ്പം സർഗാത്മകതയുടെ ആവിഷ്കാരമായ നാടൻ പാട്ടുകളും സംഘാടകർ പരിചയപ്പെടുത്തുന്നു. ആകുലതകൾ നിറഞ്ഞ കെട്ടകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായ നാട്ടീണങ്ങൾ ക്യാമ്പങ്ങൾക്ക് നവ്യാനുഭവമായി. കാലത്തിനൊപ്പം മാറാതെ കാലത്തെ അതിജീവിക്കുന്ന നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളും പരിചയപ്പെടുത്തുന്നതിനപ്പുറം അവ പരിശീലിപ്പിക്കുന്നതിനും ശില്പശാല കളമൊരുക്കി. നാടൻ പാട്ടുകൾ ജനഹൃദയങ്ങളിലെത്തിച്ച BJ കുട്ടപ്പൻ, കലാമണ്ഡലം രമേശിന്റെ അമൃതനാട്യവും നാട്യവൈദ്യത്തെ പരിചയപ്പെടുത്തുന്ന നാട്ടുപച്ചയും നാട്ടുവൈദ്യത്തിന്റെ താളപ്പെരുമകൾ തീർത്ത കൊട്ടും പാട്ടും തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു. തുളുനാടിന്റെ മണ്ണിൽ അപരിചിതമായ നിണബലിയും ക്യാമ്പിൽ അവതരിപ്പിച്ചു. നാടൊന്നടങ്കമുള്ള പിന്തുണയിലാണ് ചൂട്ട് ശില്പശാല നടന്നത്. ആദ്യാവസാനം നാട്ടുകാരും ശില്പശാലയിൽ പങ്കാളികളായി. ഉദയൻ കുണ്ടംകുഴിയാണ് ശില്പശാല നയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന എക്സൈസ് ഓഫീസർക്ക് യാത്രയയപ്പ്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി ഒരുക്കിയത്. നീലേശ്വരത്തെ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യാത്രയയപ്പ് സമ്മേളനം നടന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി കുഞ്ഞമ്പു, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ VK രാധാകൃഷ്ണൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ദേശീയ ഗെയിംസിൽ വോളിബോൾ റഫറിയായി പ്രവർത്തിച്ച ജോസഫ് അഗസ്റ്റിന് അനുമോദനവും ഒരുക്കി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഏത് ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളമുള്ള നിയമപരമായ ഒരു ചുമതലയാണ്, ബാധ്യതയാണ് സർവീസിൽ നിന്ന് നിശ്ചിത പ്രായത്തിൽ വിരമിക്കുക എന്നത്. അതിവിടെ 3 ജീവനക്കാരെ സംബന്ധിച്ച് ബാധകമായതുകൊണ്ട് അവർക്കുള്ള യാത്രയയപ്പ് സംഘടന പോലെ എക്സൈസ് മേഖലയിൽ വിവിധ കാറ്റഗറി അടിസ്ഥാനത്തിൽ വെവ്വേറെ സംഘടന രൂപീകരിക്കപ്പെടാതെ തന്നെ എല്ലാ കാറ്റഗറികളിലും പെട്ടിട്ടുള്ള, എല്ലാ വിഭാഗത്തിലും പെട്ടിട്ടുള്ള ജീവനക്കാരുടെ ഏകോപിച്ച സംഘടന എന്ന നിലയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷനായി. PK രാധാകൃഷ്ണൻ, CP റനി, P പ്രേമൻ, D ബാലചന്ദ്രൻ, വിനോദ് B നായർ, K സുരേഷ് ബാബു, V ശ്രീജിത്ത്, K പീതാംബരൻ എന്നിവർ സംസാരിച്ചു. M അനിൽകുമാർ സ്വാഗതവും TV ബിനു നന്ദിയും പറഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് സ്ഥാനികരെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ആചാര്യ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് സ്ഥാനികരെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആചാര്യ സ്ഥാനിക ഗുരുസ്വാമി ക്ഷേത്ര ഭാരവാഹി കൂട്ടായ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ചരിത്രത്തിലാദ്യമായി ചിന്മയാനന്ദ സ്വാമിയുടെ അധ്യക്ഷതയിൽ കാഞ്ചി ശങ്കരാചാര്യ സ്വാമികളും ദ്വാരക മഠാധിപതിയും ബദരീനാഥിലെ സന്യാസശ്രേഷ്ഠനും പുരിയിലെ ശങ്കരാചാര്യനും എല്ലാവരും ഒരുമിച്ചിരുന്നു. ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കും, ഹിന്ദുക്കളെ പറ്റി ചിന്തിക്കും. നമുക്കൊക്കെ കാഷായ വസ്ത്രം ധരിച്ച് ഈ തരത്തിൽ ഇവിടെയൊക്കെ പ്രവർത്തിക്കാൻ അവസരമുണ്ടായത് ഹിന്ദുക്കളുടെ ജീവിക്കുന്നതുകൊണ്ടാണ്. ഈ നാട്ടിൽ ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ആരുടെയും ഒറ്റയ്ക്കുള്ള പരിശ്രമം കൊണ്ട് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം ഉണ്ടാകില്ല. എല്ലാവരും അവരവരുടെ കടമകൾ ഉത്തരവാദിത്വത്തോടെ ചെയ്താൽ മാത്രമേ നാടിനും ക്ഷേത്രത്തിനും പുരോഗതി ഉണ്ടാവുകയുള്ളൂ.
ഒരു നാട് വികസിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്ന ധാരണ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പലരുടെയും നേട്ടങ്ങൾക്ക് വേണ്ടി സത്യവും നീതിയും ചവിട്ടിമെതിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആചാര്യസ്ഥാനിക ഗുരുസ്വാമി ക്ഷേത്ര ഭാരവാഹി കൂട്ടായ്മ ഇരവിൽ പത്മനാഭ വാഴുന്നവർ ഉദ്ഘാടനം ചെയ്തു. കെ വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷം വഹിച്ചു. മടിക്കൈ കമ്മാരൻ, സി വി ഗംഗാധരൻ, AR രാമകൃഷ്ണൻ, M കൃഷ്ണൻ, ബാലൻ മാസ്റ്റർ, C കുഞ്ഞികൃഷ്ണൻ, വയലപ്രം നാരായണൻ, അഡ്വക്കേറ്റ് CV ദാമോദരൻ, P ഗോപാലൻ, C രാജൻ പെരിയ, P ദാമോദര പണിക്കർ, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, M ശങ്കരൻ നമ്പൂതിരി, രാധാകൃഷ്ണൻ നേരിക്കോട്, PV കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. A വേലായുധൻ സ്വാഗതവും PV കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. അടോട്ട് മൂത്തേടത്ത് കുതിരി പഴയ ദേവസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ കലശോത്സവം തുടങ്ങി. ആചാര വരവേൽപ്പ് നടന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തെ പുനഃപ്രതിഷ്ഠാ കലശോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ബ്രഹ്മകലശോത്സവത്തിന് കാർമ്മികത്വമേകുന്ന വാരിക്കാട്ട് ശ്രീധരൻ തായർക്ക് വരവേൽപ്പ് നൽകി. വ്യാഴാഴ്ച രാവിലെ മഹാഗണപതി ഹോമവും തുടർന്ന് 7 മണിക്ക് പ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കും. നന്മ കൊട്ടിലങ്ങാട് വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടനവും ധനസഹായ വിതരണവും 31 വൈകിട്ട് 4:30 നടക്കും. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറന്മുള വിമാനത്താവളത്തിന് വ്യോമയാന മന്ത്രാലയം അനുമതി നിഷേധിച്ചത് ജനങ്ങൾ നേടിയ ചരിത്ര വിജയമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ. സമരം മറ്റ് പരിസ്ഥിതി സംരക്ഷണ പ്രചോദനങ്ങൾക്ക് കരുത്തേകുമെന്നും കുമ്മനം. കേരള നികുതിക്ക് സേവന നികുതി ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം. കേരള ലോട്ടറി സംരക്ഷണ സമരസമിതി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ഭരണകൂടത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ചെറുക്കുമെന്ന് BMS. 29-ന് ബോർഡ് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് നേതാക്കൾ. കാഞ്ഞങ്ങാടിന്റെ വികസനത്തിനായി രംഗത്തിറങ്ങുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് C യൂസഫ് ഹാജി. മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചുമതലയേറ്റു. പഴയ ബസുകൾ മാറ്റാൻ നടപടി വേണമെന്ന് KSTW കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം. നാടൻ കലകളുടെ ചരിത്രവും പൊരുളും തേടുന്ന നാട്ടറിയൽ ശില്പശാല അമ്പലത്തറയിൽ തുടങ്ങി. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഗുരുസ്വാമി ആചാര്യ സംഗമം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.